ബോർഡ് കണ്ടിരുന്നു വണ്ടിയില്. വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്ക്. ഈ ഒരു കാർ കൊണ്ട് നമ്മളെ വണ്ടി എടുക്കാൻ പറ്റില്ല. എന്ത് 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 നമ്മള് ചെയ്യാ? എങ്ങോട്ട് മാറ്റാനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വെടിക്കെട്ട് കഴിഞ്ഞാൽ നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഒലക്കട മൂട് വല്ലാത്തൊരവസ്ഥ. ഇവിടെ ടയർ മുറിഞ്ഞ ഓണിക്ക് കേൾക്കാൻ എന്തൊരു സെറ്റപ്പ് ഉണ്ടോ? അങ്ങനെയാ എന്തുദ്ദേശമാണ് വെച്ചത് ഈ വീട്ടുകാരെ പൊട്ടനാണോടാ? 3 വണ്ടി ബാക്കിൽ നടന്നിട്ട് ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഇടാതെ വണ്ടി സൈഡാക്കിയപ്പോ എന്തോരെ പറയാ? നീ വീട്ടിലെ ആളെന്നെയാണോ നമുക്ക് അറിയില്ല. ഇനി വീട്ടിലെ ആളാണെന്ന് നമുക്ക് അറിയില്ല. നമ്മള് ഇതിൽ നോക്കിയപ്പോ വടക്കാഞ്ചേരി എന്താ രാജ് എന്തോട്ടെ പേര് പറഞ്ഞു. വിപിൻ രാജോ. പിന്നെ പ്ലാൻ എന്താ വെച്ചാല് വീട്ടിൽ ആളാണെങ്കിൽ കുറച്ച് മര്യാദ ഇതൊന്ന് നമുക്ക് എടുക്കാനുള്ള ബാധ്യത ഒന്നും ഇട്ടൂടല്ലേ? നമ്മളിവിടെ പരിപാടിക്ക് ഒന്ന് മൂഞ്ചിക്കാണ് ഗൈസ്. നമ്മള് മൊത്തത്തിൽ ലോക്കായി ഒലക്ക. ഇപ്പൊ ഇനി വെടിക്കെട്ട് കഴിഞ്ഞ് 10 മണിക്ക് നമ്മൾ എപ്പോ പോവാനാടാ? പഠിക്കാൻ വേണ്ടി പരിപാടി കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി പോവാണ്. തേങ്ങ എടാ പൊന്തൂരടെ എന്തെങ്കിലും പൊന്തിച്ച് കാര്യമില്ലേ? എംവിഡിക്കോ? എന്തിന് എംവിഡിക്കോ? കോള് നോക്കട്ടെ. കോള് MVD കണ്ടു. അതെ, അവിടെ 2 കിലോമീറ്റർ പൈങ്കുളം സെന്ററിലാണ്. ഇവിടെ ഒരു പൈങ്കുളം സെന്ററിലായിട്ടാണ്. ഇവിടെ ഞങ്ങളെ വണ്ടി നിർത്തിയതിന്റെ ബാക്കിലായിട്ട് ഒരു ഷിഫ്റ്റ് കാറ് നിർത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രോഗ്രാമിന് വന്നാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 മണിക്കൂറോളമായി. ഇവിടെ പോലീസുകാരുണ്ട്, പക്ഷെ ജീപ്പിലെ ആൾക്കാരില്ല. അപ്പൊ ഈ ആൾക്കാർ പോലീസിന്റെ നമ്പറും ഇല്ല. അപ്പൊ നമ്പർ ഇല്ല, അവര് ജീപ്പ് മാത്രമേ ഉള്ളൂ. 2.5 കിലോമീറ്റർ അപ്പുറത്താണ് അമ്പലം. അപ്പൊ അവിടെയാണ് എല്ലാരും. ആലപ്പുഴ നടക്കണോണ്ട് വെടിക്കെട്ടുള്ളോണ്ട് ടൈം ചേലക്കര ഭാഗത്ത്. അപ്പൊ ഈ വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും ബോർഡ് കണ്ടിരുന്നു വണ്ടിയില്. വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്ക്. ആ ഷിഫ്റ്റ് കാറ് അവർക്ക് അറിയില്ലെന്നാ പറഞ്ഞത്. പേരുണ്ടവര് ഈ അമ്മായി തങ്കായിരിക്കുമല്ലോ. ഈ തങ്കത്തിന് അറിയില്ലെന്നാ പറഞ്ഞത്. ഈ വെള്ളക്കാർ അവർക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. അവര് വന്നോണ്ടിരിക്കണോ? അതൊക്കെ കണ്ണൂര് നാളെ വർക്കുള്ളത് അങ്ങോട്ട് എത്താനുള്ളതാണ്. അതാണ്, വേറെ ഒന്നുമല്ല. അപ്പുറത്ത് വീട്ടിലെ നമ്പർ ചോദിച്ചത് സാറ് പറഞ്ഞത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട്. അപ്പോഴാണ് അവര് പറഞ്ഞത് അങ്ങനല്ലാന്ന്. ഇതിപ്പോ ഞങ്ങൾ ഈ വീട്ടുകാരെ കുറിച്ച് വീട്ടുകാര് പറഞ്ഞത് എന്താണ്? അല്ലാതാണ്. വീട്ടുകാര് പോകുമ്പോൾ കാറ് കിടക്കണ്ടേ. ഈ അമ്മായി അറിയണ്ടേ? എങ്ങനെ കേറാനത്? അളവ് നോക്കിയാണ് വണ്ടി അങ്ങോട്ട്. ലാസ്റ്റ് വണ്ടി പോയി. എന്താണ് പറയാറ് സൂര്യ? നെക്സ്റ്റ് വണ്ടി പോയി. അയ്യോ, സ്ഥലം കിട്ടി. ഇറങ്ങുന്നു. ലാസ്റ്റ് വന്നപ്പോ ഇവരേതൊക്കെ അടുത്ത ആൾക്കാരായി. അവരൊക്കെ ഒന്നും പറയാനും പറ്റിയില്ല. എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ നമ്മളെ വണ്ടി എടുക്കാണ് ഗൈസ്. എന്ത് പറയണേ? അത് പറയുന്നേ ഓടെ ചിരിച്ച് കളിച്ച് ഞാനൊന്നും ഇതായില്ല. ജീവിതത്തിന്റെ 2 കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. എല്ലാം കഴിഞ്ഞില്ലേ? അവിടെ കുടുങ്ങി കഴിച്ച് ഇറങ്ങി. ഇതിപ്പോ വെടിക്കെട്ട് കഴിഞ്ഞ ബ്ലോക്ക് ആയി.